ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെ നിന്നറിയാൻ വന്നിരിക്കുന്നത്, നമ്മൾ ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കുറച്ച് ഗ്രാനൈറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നേക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പാലിയങ്കര ടൗണിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി ഇവിടുത്തെ പല പല ഗ്രാനൈറ്റുകളുടെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടാലോ. ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോയാലോ. അപ്പോൾ ഞാൻ എല്ലാ വ്യൂവേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ കളക്ഷൻസിലേക്ക്. അതേപോലെ തന്നെ പിന്നെ ഇതിനകത്തൊരു വേറൊരു ഭാഗവും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിത് കഴിഞ്ഞ ശേഷം നമ്മളൊരു തടി മില്ലിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഡോറിനൊക്കെ വേണ്ടിയുള്ള തടിയൊക്കെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് പോകാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ചിന്തറടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇത് കണ്ടോ, നമ്മുടെ അടിപൊളി ഗ്രാനൈറ്റുകളുടെ കളക്ഷൻസാണ് ഈ കാണുന്നത്. എന്തൊക്കെ കളേഴ്സാണല്ലേ ഇത് പ്യുവർ ബ്ലാക്ക് ആണ് താഴത്ത് കാണുന്നത്. മുകളിലൊരു ഗ്ലേസിങ് ഉള്ളതാണ്. പിന്നെ ഇത് വേറൊരു വൈറ്റ് ഷെയ്ഡ് ഉള്ളത്. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര ഒരു ചെറിയ വ്യത്യാസം. അതൊക്കെ വേറെ 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 ടൈപ്പാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു റെഡ് ടൈപ്പ്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ, കാണാൻ വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഇതേ ബ്ലാക്ക് പിന്നെ ഉണ്ട് കേട്ടോ. അതായത് കണ്ടോ, ഇതൊരു പീച്ച് കളർ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് നല്ല റെഡ്, നമ്മൾ നേരത്തെ കണ്ട റെഡ് പോലെയല്ല കേട്ടോ. ഇത് വേറൊരു കളർ. ഇത് കണ്ടത് വേറൊരു ഗ്ലേസിങ്. ഭയങ്കര ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ തൃശ്ശൂർ ഗ്രാനൈറ്റ്സിൽ. നല്ല രസമുണ്ട്, നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഓരോ കളക്ഷൻസ്. ഇത് കണ്ടോ, ഓരോ വണ്ടികളിൽ ഓരോ ഓർഡറുകൾ ലോഡ് ചെയ്ത് കൊണ്ടുപോകണം കാണുന്നത് കേട്ടോ. ക്രെയിനിൽ ഇങ്ങനെ മുകളിലാണ് ആ ക്രെയിൻ കണ്ടോ. തൃശ്ശൂർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ആ ക്രെയിനാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോലെയുണ്ട്. അതിങ്ങനെ ഏതാണോ ഓരോ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് അതിങ്ങനെ എടുക്കുവാണ് കണ്ടോ. അതിൻ്റെ തുമ്പത്ത് ഗ്രാനൈറ്റ് ഇങ്ങനെ ഓരോ പീസ് വലിയ ഗ്രാനൈറ്റിൻ്റെ ബാറുകൾ അവരിങ്ങനെ ആ ഒരു മെഷീൻ അതിൻ്റെ തുമ്പത്തുള്ള ആ ഒരു ഗ്രിപ്പ് ഉണ്ട്, അതിങ്ങനെ പൊക്കി എടുക്കുവാണ്. എന്നിട്ട് അത് നേരെ എടുത്താൽ ലോറിയുടെ അകത്തേക്ക് വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഓരോ ഗ്രാനൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് ഗ്രാനൈറ്റ് ആണെന്ന് വെച്ചാൽ അവർ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് ഈ രീതിയിലാണ്. അല്ല ആളുകൾ പൊക്കിയെടുത്ത് വെക്കാതല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്രെയിൻ ഫെസിലിറ്റിയാണ്. പിന്നെ നമ്മൾ ഓരോ ഗ്രാനൈറ്റ് കാണാൻ വരുമ്പോൾ അതിൻ്റെ ഓണേഴ്സ് ഇങ്ങനെ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഒരു വെള്ളം പോലത്തെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കണം. പൊടിയുണ്ടല്ലോ, അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് ഷെയ്ഡ്സാണ്. അത് ബ്ലാക്കിൽ തന്നെ പല പല കളേഴ്സാണ്. ഇത് കണ്ടോ, ഒരു പുതിയൊരു മോഡലാണ്. ഇത് ഗാലക്സി എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര തിളക്കമാണ്. പ്യുവർ ബ്ലാക്കിൽ നമ്മളിങ്ങനെ വെളിച്ചത്ത് നോക്കുമ്പോഴത്തേനും മിന്നി നമ്മൾ ആകാശത്തെ ആ ഒരു ഗാലക്സി ഉണ്ടല്ലോ അതുപോലത്തെ. ഇത് കുറച്ച് നാളായി എന്ന് പറഞ്ഞു. ഇത് പക്ഷേ ഭയങ്കര മൂവിങ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിവിടെ കുറച്ച് റേറ്റ് കൂടുതലുള്ള ഒരു മോഡലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്രാനൈറ്റ്സൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പല പല കളേഴ്സാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കളർ ഗ്രാനൈറ്റ്സ്. നല്ല ഭംഗി. ഇതൊരു ലൈറ്റ് കളറാണ് കേട്ടോ. ഒരുപാട് ഡാർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് വേണ്ട. ബ്ലാക്കിൽ ഇങ്ങനെ പാട് പോലെ അത് നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിങ്ങനെ പൂച്ചയൊക്കെ നടന്നു പോയി കഴിയുമ്പോൾ കാൽപാദം വരില്ലേ, അതേപോലത്തെ ഒരു മോഡൽ പുതിയൊരു ടൈപ്പ് ഗ്രാനൈറ്റിൻ്റെ കളക്ഷനാണ്. അങ്ങനെ ഒരുപാട് പുതിയ മോഡൽസും അതേപോലെ തന്നെ കുറച്ച് പഴയ മോഡൽസ് എല്ലാം നമുക്ക് ഈ ഷോപ്പിൽ കാണാം. പിന്നെ ഇത് കുറേ മാർബിൾസും ഉണ്ട് കേട്ടോ. മാർബിൾ പിന്നെ ഞങ്ങൾ നോക്കിയില്ല. പിന്നെയും നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ലോറിക്കകത്ത് ഇങ്ങനെ ഡെലിവറി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്കും. ഇത്രയും വലിയ ലോറിക്കകത്തൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കുറേ ആവശ്യം കൂടുതലുണ്ടെങ്കിൽ ഇത്രയും വലിയ ലോറിയിലാണ്. ഇത് അവരുടെ തന്നെ ആ ഒരു തൃശ്ശൂർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിൽ തന്നെ ലോറിയാണ്. അപ്പോൾ അവർ ഇതിലാണ് ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ കുറച്ചാണെങ്കിൽ ചെറിയ മിനി വാനിലായിരിക്കും. ഇതിപ്പോൾ ഏതോ വലിയൊരു ഓർഡറാണ് കേട്ടോ. വലിയ ഓർഡറിനാണ് അവരിങ്ങനെ കൊണ്ടുപോകുന്നത്. ആ ഒരു ക്രെയിനിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് വലിയൊരു ഷോപ്പാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഒരു കാൽഭാഗം സൈഡ് ഇതിൻ്റെ ശരിക്കും കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പുറത്തേക്ക് ഒരുപാട് കളക്ഷൻസാണ് ഇനിയും ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കൂടി ഒന്ന് പോകാം. ഞാനിങ്ങനെ ഓരോ സൈഡായിട്ട് കാണിക്കുവാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അകത്തേക്ക് കയറുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ചെറിയൊരു വ്യത്യാസം. പിന്നെ ഇതിപ്പോൾ ലൈറ്റ് കളേഴ്സാണ്. ഒരു മഞ്ഞ കളർ മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ പറയുക, ഒരു വെള്ള എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, പച്ച എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എല്ലാം കൂടി കൂടിയൊരു ഇളം ഷെയ്ഡ്. വെള്ള മഞ്ഞ പച്ച അതുകൂടി കൂടിക്കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഇളം ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ടല്ലേ, അത് കാണാൻ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് രാജ ആൻഡ് രാജാധനം എന്ന പേരുള്ള സോമിലിലേക്കാണ്. അത് ശരിക്കും വലിയ മരത്തിൻ്റെ കമ്പനിയാണ്. ഒരുപാട് മരത്തടികളൊക്കെ കൊണ്ട് അവിടെ വെച്ച് തന്നെ അവർ ഡോറും ജനലും ഒക്കെ പണിത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സും അവർ പണിത് കൊടുക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നേക്കുവാണ് കേട്ടോ ഡോറുകളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇതും വലിയ കടയാണ്.
ഇത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കുറച്ച് ഉള്ളിലേക്കാണ്, കാരണം ഒരുപാട് സ്പേസ് ഉണ്ട് ഈ കടയ്ക്ക്. അപ്പോൾ അത് ഇത് കണ്ടോ, പല ദിക്കിലേക്കുള്ള ജനലും വാതിലൊക്കെ അതിൻ്റെയൊക്കെ ഫ്രെയിമൊക്കെ പണിത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഇവരിങ്ങനെ പണിത് സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും കേട്ടോ. നല്ല രസം. അതായത് തേക്കിൻ്റെയും അതിൽ മഹാഗണി എല്ലാ തരത്തിലുള്ള പിൻകോഡ് അങ്ങനെ ഒരുപാട് തടികളുണ്ട്. ഈട്ടി ഞാനിവിടെ കണ്ടില്ല, ബാക്കി എല്ലാം ഇവിടെ കണ്ടായിരുന്നു. നല്ല രസം. എന്തോരോന്നറിയോ, തടി കമ്പനിയാണ് ശരി, പക്ഷെ എന്നാലും അത്രയ്ക്ക് മാത്രം ഏരിയ മുഴുവനും തടിയൊക്കെ കൊണ്ടിട്ടേക്കുവാണ്. പിന്നെ വാതിലിൻ്റെയും ജനലിൻ്റെയും ഫ്രെയിം കൂടാതെ, വാതിലും ജനലും കൂടാതെ ഇവിടെ ഒരുപാട് നമ്മൾ കട്ടിൽ, അതുപോലെ സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ എന്ത് പറഞ്ഞാലും നല്ല ഭംഗിയിൽ ഉണ്ടാക്കി കൂടി തരും കേട്ടോ. ഇത് കണ്ടോ, ഒരു ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയിൽ ഇത് കാണാനായിട്ട്. അങ്ങനെ ഇതേപോലത്തെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഡിസൈൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തേക്കിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഇങ്ങനെ ഒരു സ്ക്വയർ പീസസ് ഒക്കെ, ഇത് വലിയൊരു പീസ് ഇപ്പുറത്ത് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ട് ഡോർ കളക്ഷൻ. നല്ല ഭംഗിയാണ്, അത് തേക്കിൻ്റെ അടിയിലാണ്. പിന്നെ ഇത് കണ്ടു, ഇവിടെ ചിന്തേർ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചിന്തേർ അടിക്കണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എൻ്റെ വീടൊക്കെ പണിയുന്ന സമയത്ത് ഇങ്ങനെ തടിയും മരത്തടി വീട്ടിലെടുത്തിട്ട് ഇങ്ങനെ ആശാരിമാർ ഇങ്ങനെ ചിന്തേർ അടിക്കണതൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പം അങ്ങനെ ചിന്തേർ അടിക്കുന്ന പണിയൊക്കെ നമ്മൾ ആളുകളുടെ ഇതൊക്കെ മാറി, ഇപ്പം മെഷീനാണ് ചിന്തേർ അടിക്കുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര ഇതാണ്, ചിന്തേർ പൊടിയുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയകാല ഓർമ്മകളിലേക്ക് പോയി കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ ചിന്തേർ പൊടി, പ്രത്യേകം മണവും കൂടി. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം. നല്ലൊരു സ്മെല്ലല്ലേ ചിന്തേർ പൊടിക്ക്. കണ്ടോ, ഇപ്പോൾ ചിന്തേർ അടിക്കണൊക്കെ മെഷീനാണ്. ഞാൻ നോക്കുമ്പോൾ 2 പേര് ഇങ്ങനെ മെഷീനിൽ ചിന്തേർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയകാല ഓർമ്മകളിലേക്ക് പോയി. ഇത് കണ്ടോ, ഈ മെഷീനിലേക്ക് ഇങ്ങനെ മരം ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ. അതേ നോക്കിക്കോ, ഈ ഒരു മെഷീനാണ്. ഞാനത്തേക്ക് നമ്മുടെ മരത്തിൻ്റെ ആ ഓരോ പീസ് ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പുറത്തൂടി ഇങ്ങനെ പൊടി തെറിച്ചിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതെ, അപ്പുറത്തൂടി മെഷീൻ ചിന്തേർ അടിച്ച് ഇത് തടി കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് പോകുന്നു. ചിന്തേർ ബാക്കി മുഴുവനും ആ മെഷീൻ്റെ അകത്തേക്ക് പോകുകയാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് ഒരു കുറേ മണിക്കൂർ കഴിയുമ്പോൾ ആ ചിന്തേർ പൊടിയെടുത്ത് മാറ്റുന്നു. കണ്ടില്ലേ, ഇതകത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പൊടി ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അത് ചിന്തേർ അടിച്ച് അപ്പുറത്തേക്ക് കറക്റ്റായിട്ട് വരുവാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല, ആശാരിമാരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. അങ്ങനെ ഇരുന്നല്ലോ. ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ എല്ലാം മെഷീനായി. വ്യത്യാസങ്ങൾ അല്ലേ. എൻ്റെയൊക്കെ ഓർമ്മകളിൽ ഞാൻ കണ്ടേക്കണം ഇങ്ങനെ ആശാരിമാർ ചിന്തേർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യണമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയും ആ ഫ്രണ്ട് ഡോറുകളും ജനലുകളും അതെല്ലാം കണ്ടു. നല്ല ഭംഗിയാണ്. ഒരുപാട് എന്ത് വേണം, അലമാരിയും അതിലെ സോഫ സെറ്റും എല്ലാം നമുക്ക് ഇവരിവിടെ ഉണ്ടാക്കി തരും കേട്ടോ. പറഞ്ഞാൽ മതി നമുക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യം. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ വാതിലുകളുടെയൊക്കെ അകത്തൊക്കെ വയ്ക്കുന്ന റൂമുകളുടെ ഡോറുകളുടെ കളക്ഷൻസാണ്. തേക്കിൻ്റെയും മഹാഗണിയുടെയും എല്ലാം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇത് ഡൈനിങ് ടേബിളിൻ്റെ ഒരു കളക്ഷൻ. ഇത് കണ്ടോ, നമ്മുടെ കട്ടിലാണ് കേട്ടോ. ഒരു കിങ് സൈസ് കട്ടിലിൻ്റെ ബേസാണ് ആ കാണുന്നത്. പിങ്കോട തടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ കസേരകളുടെ ഒരു കളക്ഷൻസ് അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് കളക്ഷൻസ് വേണമെന്ന് അതുപോലെ നമുക്ക് ഉണ്ടാക്കി തരും. ഇതിപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ എങ്ങനത്തെയാണോ പറയുന്നത് വെച്ചാൽ അവരതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി തരുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ബേസാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഡൈനിങ് ടേബിളാണ്. ഇതിൻ്റെ മുകളിൽ നല്ല ചില്ല് വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ കട്ടിലുകളൊക്കെ ഇത് ഉണ്ടാക്കി ഇട്ടേക്കണതാണ്. നമുക്ക് ഇതേ മോഡൽ വേണമെങ്കിൽ നമ്മൾ ഏത് തടിയിലാണോ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കി തരും. ഇത് കിങ് സൈസ് ബെഡാണ് കേട്ടോ. പിങ്കോട തടിയാണ് ഈ ഉപയോഗിച്ചേക്കുന്നത്. നല്ല ഭംഗി. അതുപോലെ തന്നെ ബെഡും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇതിനകത്താണ് നമ്മൾ പറയുന്ന തടി വെച്ച് ഉണ്ടാക്കി തരും. ഒരാഴ്ച സമയത്തുകൊണ്ട് ഉണ്ടാക്കി തരും. ജനലുകളുടെയൊക്കെ ഫ്രെയിമാണ്. ഇതൊക്കെ ഓർഡർ വന്ന് കിടക്കണതാണ് കേട്ടോ. അവർക്ക് ഓരോ വീടുകളിലേക്ക് ഓർഡർ കൊടുത്തിട്ട് അതനുസരിച്ച് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. പിന്നെ ഇത് വാതിലിൻ്റെ ഫ്രെയിം, ഇതാണ് ജനലൊക്കെ ഇത്ര ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഞങ്ങളും ജനലും വാതിലൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. നല്ല തടിയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഉണ്ടാക്കി തരും. ഇത് പിങ്കോണ തടിയുടെ കട്ടിലിൻ്റെ ബേസാണ് ഈ കാണുന്നത്. പിന്നെ ഇതേ ടീപ്പോയികൾ, പല വെറൈറ്റി ടീപ്പോയികൾ, ഇതുപോലത്തെ മോഡൽസ് എല്ലാം ഉണ്ട്. പല ടൈപ്പ് ഡൈനിങ് ടേബിളിൻ്റെ പല കളക്ഷൻസ്. നമ്മൾ നേരത്തെ കണ്ടത് വേറൊരു പിങ്കോടയുടെ ഇരുന്നത് തേക്കിൻ്റെയാണ്. പിന്നെ കസേരകൾ, അങ്ങനെ എല്ലാ തരം ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് രാജ എന്ന പേര്, പുതുക്കാടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും മറക്കല്ലേ. ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ വാല്യുബിൾ കമൻസ് കൂടി പറയണം കേട്ടോ. കാരണം എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.